إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്ന് അനേകം വിമർശനങ്ങൾക്കും കുത്തുവാക്കുകൾക്കും ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയരാവുന്ന സംഭവ വികാസങ്ങൾ കാലങ്ങളായി പതിറ്റാണ്ടുകളായി നമുക്ക് പരിചയമുള്ള ഒരു വസ്തുതയാണ്. വലൻ തർള അൻകൽ യഹൂദ് വലൻ നസ്വാറ. ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പേര് പ്രത്യേകം പരാമർശിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പ്രതിപാദിച്ചത്, നിങ്ങൾ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ നിങ്ങളുടെ കാര്യത്തിൽ അവർക്ക് തൃപ്തി ഉണ്ടാവുകയില്ല. നിങ്ങൾ മുസ്ലിമീങ്ങളായി നിലകൊള്ളുമ്പോഴെല്ലാം അവരുടെ അതൃപ്തിക്ക് നിങ്ങൾ വിധേയരാകും എന്നാണ്. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിലെല്ലാം മതത്തെ പ്രതിക്കൂട്ടിലാക്കുന്ന ഇസ്ലാമിക മൂല്യങ്ങളെ, സംസ്കാരങ്ങളെ ചോദ്യം ചെയ്യുന്ന, വിശുദ്ധ ഖുർആനിൻ്റെ ദൈവികതയെപ്പോലും വിശകലനം ചെയ്യുന്ന വിമർശന രീതികൾ നിരന്തരമായി നമ്മൾ കണ്ടും കേട്ടും അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ്. ആ രംഗത്ത് പ്രധാനമായി ഇന്ന് ഉയർന്നു നിൽക്കുന്ന രണ്ട് ദിശകളിൽ നിന്ന്, രണ്ട് ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനമുണ്ട്. ഒന്ന് യുക്തിവാദികൾ, നാസ്തികർ, നിരീശ്വരവാദികൾ. മതം ആവശ്യമില്ല, മതം മനുഷ്യനിർമ്മിതമാണ്, ദൈവം ഒരു മിഥ്യയാണ്, പരലോകം കേവലമായൊരു സങ്കല്പമാണ് എന്ന് വാദിച്ചുകൊണ്ട് സമ്പൂർണമായ സ്വാതന്ത്ര്യത്തിൻ്റെ, ലിബറലിസത്തിൻ്റെ വാഹകരായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, അവരുടെ ഇടങ്ങളിലെല്ലാം നിരന്തരം പറയുന്ന ഒരു കാര്യം, ഈ ഖുർആനിനെ കൊണ്ട് യാതൊരു ഉപകാരവുമില്ല. മനുഷ്യർക്ക് ഉപകാരപ്രദമായ, സാമൂഹികമായ ഗുണമുള്ള, മാനവികമായ മൂല്യമുള്ള യാതൊന്നും വിശുദ്ധ ഖുർആനോ ഇസ്ലാമിക ചരിത്രങ്ങളോ പഠിപ്പിച്ചിട്ടില്ല എന്നാണ്. ഒരാൾ എങ്ങനെ പെരുമാറണം,
ഒരാൾ എങ്ങനെ ജീവിക്കണം, ആളുകൾക്ക് എങ്ങനെ ഗുണം ചെയ്യണം എന്നത് 6-ാം നൂറ്റാണ്ടിലെ തത്വശാസ്ത്രങ്ങൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും പറയാൻ സാധ്യമല്ല. അത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ, സംസ്കാരത്തിലൂടെ, അനുഭവങ്ങളിലൂടെ, ജീവിത പാഠങ്ങളിലൂടെ നമ്മൾ സ്വയം കണ്ടെത്തി ഉൾക്കൊണ്ട് അങ്ങനെ നമ്മൾ സ്വയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശീലങ്ങളാണ് എന്നാണ് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ട യുക്തിവാദികൾ ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ട്, ചോദ്യം ചെയ്തുകൊണ്ട് ഒരു ഭാഗത്ത് പറയുന്നത്. മറ്റൊരു ഭാഗത്ത് ചില ആളുകൾ മുസ്ലിമീങ്ങളുടെ എണ്ണവും മുസ്ലിമീങ്ങളുടെ അംഗബലവും മുസ്ലിമീങ്ങളുടെ സാന്നിധ്യവും കണ്ട് അതിൽ ഭയപ്പെടുന്ന അനാവശ്യമായി ഒരു ഇസ്ലാമിക ഭീതി, ഇസ്ലാമോഫോബിയ പടർത്താനും പ്രചരിപ്പിക്കുവാനും പരിശ്രമിക്കുകയാണ്. അയൽപക്കത്തേക്ക് ഒരു മുസ്ലിം വരുന്നത്, തൻ്റെ സഹപ്രവർത്തകനായി ഒരു മുസ്ലിം വരുന്നത്, താനുമായി ഒരു ഡീലിംഗ് നടത്തുന്ന, ട്രാൻസാക്ഷൻ നടത്തുന്നത് അപ്പുറത്തുള്ള സ്റ്റേക്ക് ഹോൾഡർ ഒരു മുസ്ലിമാണ് എന്നറിയുമ്പോൾ അതിൽ പ്രയാസം നേരിടുന്ന തലത്തിലേക്കുള്ള സാഹചര്യങ്ങൾക്ക് ബോധപൂർവമായ ഒരു പൊതുബോധ നിർമ്മിതി അതിനാവശ്യമായ രൂപത്തിൽ ഈ മീഡിയകളിലൂടെ നിരന്തരമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും മറ്റൊരു വശത്തുണ്ട്. ഇങ്ങനെ വ്യത്യസ്തമായ വൈവിധ്യങ്ങളായ സാഹചര്യങ്ങളിലൂടെ ജീവിക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ഗൗരവമായി വിശകലനം ചെയ്യേണ്ട ഒരുപാട് തലങ്ങളുണ്ട്. ഇസ്ലാമിനെ കുറിച്ച്, അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച്, അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച്, അതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ അടിസ്ഥാന ചിന്താഗതികളെക്കുറിച്ച് നമ്മൾ ഗൗരവമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട 3 പദങ്ങൾ, ഒന്ന് ഈമാൻ, രണ്ടാമത്തത് ഇസ്ലാം, മൂന്നാമത്തത് ഇഹ്സാൻ. 3 പദങ്ങളാണ്. ആ പദങ്ങളെ ഇനം തിരിച്ച്, വേർതിരിച്ച് എന്താണ് അതിൻ്റെ വിവക്ഷയെന്നും അതൊരു മുസ്ലിമിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രകാശം പരത്തുക എന്ന്, ജീവിതത്തിന് അർത്ഥം നൽകുക എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട വ്യത്യസ്തമായ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. മുസ്ലിമീങ്ങളായ നമ്മൾ ഈ അടിസ്ഥാന പദങ്ങളിൽ ഊന്നിക്കൊണ്ട് ഗൗരവമായി നമ്മുടെ ഇസ്ലാമികമായ ധാരണകളെ, ബോധ്യങ്ങളെ ശക്തിപ്പെടുത്തേണ്ട ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ആ 3 പദങ്ങളിലെ ഒന്നാമത്തെ പദം ഈമാൻ എന്ന പദമാണ്, അറബി പദമാണ്. അതുമായി ബന്ധപ്പെട്ട നമുക്കറിയാവുന്ന പദം മുഅ്മിൻ എന്നാണ്. മുഅ്മിൻ, ഈമാൻ എന്നത് നമ്മുടെ ഇസ്ലാമികമായ വ്യവഹാരങ്ങളിൽ, ബോധവൽക്കരണങ്ങളിൽ, വാരികകളിൽ, മാസികകളിൽ, വേദികളിൽ നിരന്തരമായി ഉപയോഗപ്പെടുത്തുന്ന പ്രചാരമുള്ള പരിചിതമായ പദങ്ങളാണ്. ആ പദത്തിന്റെ അടിസ്ഥാന ഉദ്ദേശം എന്താണ്? ഈമാൻ എന്ന് പറയുമ്പോൾ ആ അറബി പദത്തിന്റെ അടിസ്ഥാനം അംന് എന്ന പദത്തിൽ നിന്നാണ്. അംന് എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്ന അർത്ഥം, അല്ലെങ്കിൽ നിർഭയത്വം എന്ന അർത്ഥങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന പദമാണ്. ആ പദത്തിൽ നിന്നാണ് ഈമാൻ, മുഅ്മിൻ പോലെയുള്ള ആ പദങ്ങൾ നിഷ്പന്നമാവുന്നത്. അതുകൊണ്ട് തന്നെ അംന് എന്ന പദത്തിന്റെ അർത്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ മുഅ്മിൻ എന്നതിന്റെ വിവക്ഷ എന്ത് എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ വിശ്വാസി, സത്യവിശ്വാസി എന്നാണ്. മുഅ്മിൻ എന്നതിന് മറ്റൊരർത്ഥം നിർഭയത്വമുള്ളവൻ എന്നാണ്. ഈ അർത്ഥങ്ങളും ആശയങ്ങളും വിശുദ്ധ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ചേർത്ത് നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ മുഅ്മിൻ എന്ന പദത്തിന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും മനോഹരമായ ആശയം നിർഭയത്വമുള്ള സത്യവിശ്വാസി എന്നാണ്. എന്താണ് നിർഭയത്വമുള്ള സത്യവിശ്വാസി എന്ന് പറഞ്ഞാൽ? ഞാനും നിങ്ങളും ഈ ഇരിക്കുന്ന മഹാഭൂരിപക്ഷവും മുസ്ലിമീങ്ങളായി, ജനനം കൊണ്ട് മുസ്ലിമീങ്ങളായി ഇസ്ലാമിക കുടുംബങ്ങളിൽ, ഇസ്ലാമിക മഹല്ലുകളിലൂടെ വളർന്നു വന്നവരാണ്. ഒരു വളരെ വളരെ ന്യൂനപക്ഷമേ ഒരുപക്ഷെ മറ്റൊരു മതത്തിൽ നിന്ന്, ദർശനത്തിൽ നിന്ന് കടന്നു വന്ന് പിന്നീട് ഇസ്ലാമിന്റെ ദൈവികതയും സത്യതയും തിരിച്ചറിഞ്ഞ് ഒരു പുതുമുസ്ലിമായി ഷഹാദത്തിന്റെ വാചകങ്ങൾ ഉച്ചരിച്ച് കടന്നു വന്നിട്ടുള്ളൂ. ഈ രണ്ടായാലും, ജനനം കൊണ്ട് മുസ്ലിമാണെങ്കിലും ജീവിതത്തിന്റെ ഏതോ ഒരു വഴിത്തിരിവിൽ ഇസ്ലാമിക ആദർശത്തിന്റെ പ്രൗജ്വലമായ സത്യത തിരിച്ചറിഞ്ഞ് ഈ ആദർശത്തിലേക്ക് കടന്നു വന്നവരാണെങ്കിലും ഞാനും നിങ്ങളുമൊക്കെ ഉൾക്കൊള്ളുന്ന, നമ്മളെല്ലാം നെഞ്ചിലേറ്റുന്ന, നമ്മുടെ എല്ലാം ജീവിതത്തിന് നിറം പകരുന്ന പ്രയോഗമാണ് മുഅ്മിൻ എന്നത്. ഞാനൊരു മുഅ്മിനാണെന്ന് പറയുമ്പോൾ, നമ്മൾ മുഅ്മിനുകളാണ്, ഈമാനുള്ളവരാണ് എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായി കടന്നു വരേണ്ട ചിന്ത നിർഭയത്വമുള്ള സത്യവിശ്വാസികളാണ് നമ്മൾ.
ഈ നിർഭയത്വമുള്ള സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ ഈ നിർഭയത്വം ഇത് നമ്മൾ മാത്രം അനുഭവിക്കുന്ന ഒന്നല്ല. ഒരാൾ ഷഹാദത്തിന്റെ, കലിമത്ത് തൗഹീദിന്റെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ, തവക്കുലിന്റെ ഖൈറും ഷർറും ഏകനായ റബ്ബിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തെ ബോധപൂർവം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അയാൾ അനുഭവിക്കുന്ന ഒരു നിർഭയത്വമുണ്ട്. പക്ഷേ ഈ നിർഭയത്വം എന്ന ഫീലിംഗ്, ഈ ഒരു അനുഭവം നമ്മൾ മാത്രം അനുഭവിക്കുന്ന, നമുക്ക് മാത്രം അനുഭവവേദ്യമാകുന്ന ഒന്നല്ല. മറിച്ച് ഞാനൊരു ശരിയായ മുഅ്മിനാണെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകൾക്കും നിർഭയത്വം ലഭിക്കണം. ഞാനൊരു മുഅ്മിനാണെങ്കിൽ ഞാനുമായി ഇടപഴകി ജീവിക്കുന്ന എൻ്റെ ചുറ്റുപാടുള്ള പരിസരത്തുള്ള മുഴുവൻ ആളുകൾക്കും അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു തണൽ തീർച്ചയായും ലഭിക്കണമെന്നാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹീമിൻ്റെ 24-ാം സൂക്തത്തിൽ ഈ ഷഹാദത്തിന്റെ, കലിമത്ത് തൗഹീദിന്റെ ഉന്നതമായ വാചകത്തിന്റെ ആശയത്തെക്കുറിച്ച് പ്രതിപാദിച്ചത് കശജറത്തിൻ ത്വയ്യിബ, ഒരു നല്ല വൃക്ഷം പോലെയാണ് നല്ല വാചകം. നല്ല വാചകം എന്ന് പറഞ്ഞാൽ പത്രങ്ങളുടെ എഡിറ്റോറിയൽ പേജിൽ സാധാരണ ഉദ്ധരിക്കാറുള്ള ഏതെങ്കിലും മഹത് വ്യക്തികളുടെ മഹത് വചനങ്ങളല്ല, മറിച്ച് അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല വാക്കുകൾ, ഏറ്റവും നല്ല സംസാരങ്ങൾ അത് അല്ലാഹു അവതരിപ്പിച്ച അവന്റെ കലാമാണ്, അവന്റെ ആദർശമാണ്. അപ്പൊ റബ്ബിൽ നിന്നുള്ള ആ ഇസ്ലാമിക സന്ദേശം, ആ തൗഹീദിന്റെ, ഷഹാദത്തിന്റെ സന്ദേശം, അതാണ് ഏറ്റവും നല്ല വാചകം. ആ വാചകത്തിന്റെ ഉപമ ഒരു നല്ല വൃക്ഷത്തെ പോലെയാണ്, മരത്തെ പോലെയാണ്. അസ്ലുഹാ സാബിത്, അതിന്റെ മുരട് ഉറച്ചു നിൽക്കുന്നതാണ്. കാറ്റിൽ ആടി ഉലയാതെ, തകർന്ന് തരിപ്പണമാവാതെ അതിങ്ങനെ ഉറച്ചു നിൽക്കും. വഫറഉഹാ ഫിസ്സമാ, അതിന്റെ ചില്ലകൾ, ശാഖകൾ അതിങ്ങനെ ഉയരത്തിൽ പടർന്ന് പന്തലിച്ച് നിൽക്കും. ആ പടർന്ന് പന്തലിച്ചൊരു തണൽ മരമായി അതിന്റെ താഴെയുള്ള ആളുകൾക്ക് കുളിരും തണലുമേകുന്നതാണ് ആ കലിമത്തുൻ ത്വയ്യിബ എന്ന് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. ആ കലിമത്തുൻ ത്വയ്യിബയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഊർജം. അപ്പൊ ആ ഊർജമുള്ള ആദർശം സ്വീകരിക്കുമ്പോൾ ഈ ഷഹാദത്തിൽ നിന്ന് എനിക്ക് മാത്രമല്ല സുഖം ഉണ്ടാവേണ്ടത്, എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവാസികൾ, എൻ്റെ സഹപ്രവർത്തകർ, എന്നെ ചുറ്റിപ്പറ്റി എൻ്റെ ചുറ്റിലുമുള്ള ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകൾക്കും നിർഭയത്വം ഉണ്ടാവുക എന്നത് നമ്മുടെ മതപരമായ ഉത്തരവാദിത്തമാണ്. ആ നിർഭയത്വവും ആ തണലും ലഭിക്കുമ്പോൾ നമ്മളെ അറിയുന്ന ഒരാൾക്ക് ഈ മുസ്ലിമിനെ കൊണ്ടൊന്നൊരു കാര്യമില്ല എന്ന് പറയാൻ അവസരം ഉണ്ടാവാതിരിക്കും. നമ്മളെ പേടിക്കുന്ന, നമ്മളെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ നന്മകൾ അറിയുന്ന ഒരു അമുസ്ലിമിനെ പറയാൻ ഒരിക്കലും സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും. അത് സൃഷ്ടിക്കുക, അങ്ങനെ ഒരു സാമൂഹിക ക്രമം സൃഷ്ടിക്കുക എന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മളെ നാട്ടില് ഇപ്പൊ സാമൂഹ്യ മാധ്യമങ്ങൾ ഇപ്പൊ പഴയ കാലം പോലെയല്ല. പണ്ട് 4 ആള് ഒരു പീഡിക കൊലായില്, ഒരു ചായക്കടയിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഷെഡിൽ വർത്താനം പറഞ്ഞാൽ ആ 4 ആളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംസാരമാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും ഒരു ഫേക്ക് ഐഡിയിൽ നിന്ന് ആരെന്ന് പോലും അറിയാത്ത, മുഖമില്ലാത്ത ഏതോ ഒരുത്തൻ എന്തെങ്കിലും വാചകങ്ങൾ ഉദ്ധരിച്ചാൽ അതുപോലും നമുക്കിടയിലെ ഹെയ്റ്റ് ക്യാമ്പയിന്, പരസ്പരമുള്ള പരമത വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഊർജം പകരുന്ന, ആളിപ്പടരുന്ന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയാണ്. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒരു വിവരദോഷി എന്തെഴുതിയാലും പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സാമൂഹിക ഇടങ്ങളിൽ, സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടങ്ങളിൽ പോലും വലിയ ഉത്തരവാദിത്തം നിർവഹിക്കാനുണ്ട്. നമ്മുടെ പ്രബോധന രംഗം സാമൂഹ്യ ഇടങ്ങളിലേക്ക് വികാസം പ്രാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ആ കൂട്ടത്തിലുള്ളതാണ്. ഏതെങ്കിലുമൊക്കെ ഒരു മുസ്ലിമീങ്ങളെ കുറിച്ച് ആരെങ്കിലും നല്ലത് പറഞ്ഞാല് ഇവരൊന്നും അങ്ങനെ വിശ്വസിക്കണ്ട. ഇവർക്കൊക്കെ അധികാരം കിട്ടിയാലേ നമ്മളൊക്കെ ഒരു തൂഫാനാക്കും, നമ്മളൊക്കെ ഒരു കൊന്ന് കൊല വിളിക്കും. ഇവര് വഹാബികളാണ്, അല്ലെങ്കിൽ ഇവര് മുസ്ലിമീങ്ങളാണ്. ആയുധം കൊണ്ട് മതം പ്രചരിപ്പിച്ച മുഹമ്മദ് എന്ന ഒരു വ്യക്തിയുടെ 6-ാം നൂറ്റാണ്ടിന്റെ ഒരു കാടൻ മതത്തിന്റെ ആളുകളാണ് എന്നൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് എരിവ് നൽകുന്ന, മസാല ചേർക്കുന്ന ഒരുപാട് കെട്ടുകഥകൾ കോർത്തിണക്കിക്കൊണ്ട് അവർ പ്രചരിപ്പിക്കും. അവിടെ നമ്മൾ ചരിത്രങ്ങൾ കൃത്യമായി ഈ സമൂഹത്തിൽ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ ചില ആളുകൾ പറയുന്നത് ഇവർക്കൊക്കെ അധികാരം കിട്ടിയാൽ പേടിക്കണം എന്നാണ്, അല്ലെങ്കിൽ ഇസ്ലാമിൽ ഒരാൾ അമുസ്ലിമായ പേടിക്കണം എന്നാണ്. ഇസ്ലാമിന് അധികാരം കിട്ടിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചരിത്ര താളുകളിൽ നമുക്ക് കാണുവാൻ
കാണുവാൻ സാധിക്കും. ഇപ്പം അധികാരം കിട്ടിയ എന്തായിരിക്കും മുസ്ലിങ്ങളുടെ അവസ്ഥ? ഈ പറഞ്ഞ സമാധാനം ഉണ്ടാവോ? ഉണ്ടാവും. മക്ക വിജയനാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ അധികാരം പ്രവാചക കൈകളിലെത്തുകയാണ്. അന്ന് അമുസ്ലിമീങ്ങളായ മുശ്രിക്കുകളായ ആളുകൾ ഭയന്ന് പേടിച്ച് വിറക്കാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറപ്പാണ്, അന്നത്തെ ഒരു നാട്ടുരീതി അനുസരിച്ച് ഒരാൾക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഒരു രാജ്യനീതി നടപ്പിലാക്കും. അവർ കാണുന്ന യുദ്ധത്തിലുള്ള തടവുപുള്ളികൾ, അതേപോലെ അവർക്ക് അധികാരമില്ലാത്ത കാലത്ത് അവരോട് അന്യായം കാണിച്ചവർ, അവരോട് രക്തം കൊണ്ട് പകരം ചോദിക്കും, ജീവനെടുക്കും എന്ന് അവർക്ക് ഉറപ്പാണ്. മാത്രമല്ല, അങ്ങനെ ഒരു ഭയവിഹലമായ സാഹചര്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന സാഹചര്യത്തിലാണ് അന്നത്തെ മുശ്രിക്കുകൾ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന അധികാരി തന്റെ അധികാരവും സ്വച്ഛാധിപത്യവും ഉപയോഗപ്പെടുത്തി തങ്ങളോട് പകരം വീട്ടാതിരിക്കില്ല എന്നവർക്ക് ഉറപ്പാണ്. കാരണം സഹാബത്തിനെ തങ്ങൾ പീഡിപ്പിച്ചിട്ടുണ്ട്, ഹംസത്തുൽ ഖറാറിനെ ക്രൂരമായി കൊന്നിട്ടുണ്ട്, സുമയ്യത്തിന്റെ സ്വകാര്യ ഭാഗത്ത് ചുട്ടുപഴിപ്പിച്ച ഇരുമ്പ് ദണ്ട് കുത്തിക്കയറ്റി അവരുടെ ജീവൻ എടുത്തിട്ടുണ്ട്. പ്രവാചകന്റെ ജീവൻ എടുക്കാൻ ഇരുട്ടത്ത് പലതവണ അവർ പരിശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ പ്രവാചകൻ തങ്ങൾക്ക് നേരെ പ്രവാചകന്റെ പ്രതികാര നടപടികൾ എടുക്കുമെന്നത് ഓർത്തുകൊണ്ട് പേടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ പ്രഖ്യാപനം ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സമയത്ത് പറഞ്ഞ വാചകം, മൻ ദഖല ദാറ അബി സുഫിയാൻ ഫഹുവ ആമിൻ. ഇസ്ലാമിന്റെ കൈകളിൽ അധികാരം വന്നണഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ പ്രഖ്യാപനം, അബൂ സുഫിയാൻ എന്ന ഇസ്ലാമിന്റെ ശത്രുപക്ഷത്തുള്ള നായകൻ, മുസ്ലിം വേട്ടകൾക്ക് ചുക്കാൻ പിടിച്ച നായകൻ, യസ്രിബിന്റെ മണ്ണിലെ മുസ്ലിമീങ്ങളെ അമർച്ച ചെയ്യാൻ ബദറിന്റെ രണഭൂമിയിലേക്ക് കച്ചവട സംഘങ്ങളുടെ പ്രതിഫലവുമായി സ്വപ്നം കണ്ടവൻ, ആ ചരിത്രമുള്ള അബൂ സുഫിയാൻ ആ സമയത്ത് മുസ്ലിമായിട്ടില്ല. ഇന്ന് നമുക്ക് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ആണ്. പക്ഷെ അബൂ സുഫിയാന്റെ മുസ്ലിമാവാത്ത ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകമുണ്ട്, ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചുകൊണ്ട് ആ വാതിലടച്ചാൽ അവൻ നിർഭയനാണ്. എന്റെ വീട്ടിൽ വന്നവർ എന്നോട് അഭയം ചോദിച്ചവർ നിർഭയരാണ് എന്നല്ല, മുസ്ലിമീങ്ങളുടെ കാൽക്കൽ വീടുന്നവർക്ക് അഭയമുണ്ട് എന്നല്ല, മാപ്പിരക്കുന്നവർക്ക് അഭയമുണ്ട് എന്നല്ല, അവനവന്റെ വീട്ടിൽ കയറി വാതിലടച്ചാൽ അത് ഇസ്ലാമിന്റെ ശത്രുവായ അബൂ സുഫിയാന്റെ വീട്ടിലാണെങ്കിലും ഫഹുവ ആമിൻ, അവൻ നിർഭയനാണ് എന്നാണ്. വമൻ ദഖലൽ മസ്ജിദ ഫഹുവ ആമിൻ. ആരെങ്കിലും പള്ളിയിൽ കയറിയാൽ, മസ്ജിദുൽ ഹറാമിലെത്തിയാൽ അവന്റെ ജീവന്റെ കാര്യത്തിൽ അവന് പേടിക്കേണ്ടതില്ല, അവൻ നിർഭയനാണ്. വമൻ അഗ്ലഖ ബാബഹു ഫഹുവ ആമിൻ. അധികാരമില്ലാത്ത, പേരും പ്രശസ്തിയുമില്ലാത്ത ഒരു സാധാരണക്കാരൻ അവന്റെ കുടിലിന്റെ ദുർബലമായ വാതിലടച്ചാൽ അവനും തീർച്ചയായും നിർഭയനാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞ അടുത്ത വാചകം, വമൻ അൽഖസ്സിലാഹ് ഫഹുവ ആമിൻ. മുസ്ലിമീങ്ങൾക്കെതിരെ ആയുധമെടുത്ത് മുസ്ലിമിന്റെ തല കൊയ്യണമെന്ന നീയത്തുമായി പുറപ്പെട്ടവൻ അവസാനം ഭയം കൊണ്ട് പരാജയം മനത്ത് ആ അവസാനം 18ാമത്തെ അടവെന്ന നിലക്ക് അവൻ ആ ആയുധം നിലത്ത് വെച്ചവനാണെങ്കിലും അവൻ നിർഭയനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഇത് ഇസ്ലാമിന്റെ ചോദ്യം ചെയ്യപ്പെടാൻ സാധിക്കാത്ത ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ പ്രകാശിക്കപ്പെട്ട ചരിത്രമാണ്. ഈ ഒരു ചരിത്രത്തെ, ആ ചരിത്രത്തിന്റെ പിന്മുറക്കാരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ എന്നത് ഈ ഉമ്മത്തിനെ, ഈ സമൂഹത്തെ, ഇവിടുത്തെ സംസ്കാരങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ട ആളുകളാണ് നമ്മൾ എന്ന് നമ്മൾ തിരിച്ചറിയാം. ഇപ്പൊ മുസ്ലിം ആരാണ്, മുഅ്മിൻ ആരാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകങ്ങൾ പ്രസിദ്ധമാണ്. അൽ മുസ്ലിം മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി. ഒരാളെ നാവിൽ നിന്നും, ഒരാളെ കൈകൊണ്ടുള്ള അതിക്രമത്തിൽ നിന്നും മറ്റുള്ളവർ സുരക്ഷിതരാണെങ്കിൽ ഇയാൾ മുസ്ലിമാണ്. വൽ മുഅ്മിനു മൻ അമിനഹു നാസ് അലാ ദിമാഇഹിം വ അംവാലിഹിം. ഒരാളുടെ രക്തം, ഒരാളുടെ സമ്പത്ത്, അത് ആ കാര്യത്തിൽ അവർക്ക് ഒരാളിൽ നിന്ന് നിർഭയത്വമുണ്ടെങ്കിലേ അയാൾ മുഅ്മിനാവുകയുള്ളൂ എന്നാണ്. ചുരുക്കി പറഞ്ഞാല് ഞാൻ വായ തുറക്കണത് എൻ്റെ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് പേടിയാണെങ്കിൽ, ഞാൻ അവരെ എന്തെങ്കിലും എൻ്റെ കൈ കൊണ്ട് ആയുധമെടുത്തോ അല്ലാതെയോ ഉപദ്രവിക്കുമെന്ന് പേടിക്കണ്ടെങ്കിൽ, നമ്മൾ പറയലുണ്ടല്ലോ ഓനെ പേടിക്കണം കേട്ടോ എന്ന് ചില ആൾക്കാരെ കുറിച്ച് പറയും. ഇവ ഇവിടെ ഉള്ളത് നമ്മളെ പേടി എന്നൊക്കെ പറയലുണ്ടല്ലോ. ആ ഒരു പേടി നമ്മളെ കുറിച്ച് ഉണ്ടാവാൻ പറ്റൂല.
നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ് എൻ്റെ സമാധാനം, നിങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ധൈര്യമാണ് എന്ന് പറയുന്ന ഒരു ബോധപൂർവമായ സാമൂഹിക ഇടം, പരിസരം സൃഷ്ടിക്കപ്പെടുക എന്നത് വളരെ അധികം നിർബന്ധമാണ്. ചരിത്രത്തിലെ ഒരു സംഭവം കൂടി സൂചിപ്പിക്കാം. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, റസൂലേ, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു സ്ത്രീ നല്ലോ ഇബാദത്ത് ചെയ്യും, ഞങ്ങളെക്കാളൊക്കെ സുന്നത്ത് നോമ്പുകൾ, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കും. ഒരൊറ്റ പ്രശ്നം, ആള് വായ തുറന്ന ഗീബത്ത് പറയും, നമീമത്ത് പറയും, കുത്തുവാക്ക് പറയും, പരിഹസിക്കും, ചീത്ത പറയും. അവർ വായ തുറക്കണം, നമുക്ക് പേടിയാണ്. എന്താണ് അവരവസ്ഥ? ആരെ കുറിച്ചായി ചോദിക്കണേ? നല്ല നന്മകൾ ചെയ്യുന്ന, ഇബാദത്ത് ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ്, സുന്നത്തുകൾ ധാരാളം ചെയ്യുന്ന ഒരാളെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറു ചോദ്യങ്ങൾക്ക് തുനിയാതെ പറഞ്ഞ വാചകം ഹിയ ഫിന്നാർ, അവൾ നരകാവകാശിയാണ്. അവൾ ചെയ്യുന്ന ഇബാദത്തിലൂടെ അവൾ നേടിയെടുക്കേണ്ട തർബിയത്ത് അവൾക്ക് ലഭിക്കുന്നില്ല. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ആരാധനാലയത്തിന്റെ 4 ചുമരുകളിൽ ഒതുങ്ങി നിൽക്കുന്ന, അതല്ലെങ്കിൽ അള്ളാഹുവിനെ മാത്രം ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യവും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരോട് പരുഷമായും മോശമായും പെരുമാറാനുള്ള ഒരു മറയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ചില ആൾക്കാരെ കുറിച്ച് ചില ആൾക്കാർ വലിയ വിഷമം പറയും. എന്താ ചെയ്യുക, നമ്മൾ പള്ളിയിൽ 1-ാമത്തെ സൊഫിലുണ്ടാവുന്ന ആളാ, പള്ളിന്റെ കാര്യപ്പെട്ട ആളാ, അല്ലെങ്കിൽ ഇങ്ങനെ പ്രസംഗിച്ച് നടക്കുന്ന ആളെ കൊണ്ട് നാട്ടുകാർക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും മൂപ്പര് നല്ല ഇബാദത്താണ്, നല്ല മനുഷ്യനാണ്, സോലിഹാണ്, വലിയാണ് എന്ന് ഇത്തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയുക എന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ആരാണ് മുസ്ലിം? അള്ളാന്റെ റസൂല് പറഞ്ഞത് അയാളെ നാവ് മറ്റുള്ളവർക്ക് ഭീഷണിയല്ല, അയാളുടെ കൈ കൊണ്ടുള്ള അതിക്രമം അതിനെക്കുറിച്ച് ഒരാൾക്കും ബേജാറില്ല എന്നാണ്. അതുകൊണ്ട് യഥാർത്ഥ മുസ്ലിമായി, മുഅ്മിനായി ജീവിക്കുക എന്നത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. നമ്മൾ മുഅ്മിനാവുക, മുസ്ലിം ആവുക, അതിങ്ങനെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. ഒന്ന് സ്റ്റാറ്റസ് ഇടാൻ പ്രൗഡ് ടു ബി എ മുസ്ലിം എന്ന് പറയാനും എളുപ്പമാണ്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങളിൽ വികാരം കൊണ്ട് തുള്ളിച്ചാടാനും എളുപ്പമാണ്. പക്ഷെ ഒരു മുസ്ലിം ആവാൻ കുറച്ച് പ്രയാസമാണ്, ഒരു മുഅ്മിനാവാൻ കുറച്ച് പ്രയാസമാണ്. ഞാനും നിങ്ങളും നമ്മളും യഥാർത്ഥ മുഅ്മിനുകളാവുക, മുസ്ലിമീങ്ങളാവുക. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയതുപോലെ അസ്ലുഹാ സാബിത് വഫറഉഹാ ഫിസ്സമാ, ആകാശത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആ ശാഖകളിൽ നിന്ന് ലഭിക്കുന്ന തണലുകൾ, അതിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം, അതിൽ നിന്ന് ലഭിക്കുന്ന ഫലവർഗ്ഗങ്ങൾ, കായ്ക്കനികൾ, അങ്ങനെ ഗുണം നൽകുന്ന ഉപകാരപ്രദമായ ജീവിതത്തിന്റെ ഉടമകളാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 2025 കേന്ദ്ര ഗവൺമെന്റിന്റെ കോട്ടയിലുള്ള ഹജ്ജിനുള്ള അപേക്ഷകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അവസാന തീയതി 22 അപ്പോൾ ആരെങ്കിലും ആ നിലക്ക് ഗവൺമെൻറ് കോട്ടയിൽ ആണെങ്കിൽ ഹജ്ജ് ചെയ്യാം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത കൊല്ലം ചിന്തിക്കേണ്ടതല്ല, ഇപ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ളതാണ്. ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ നിർവഹിക്കണം. നമ്മുടെ ഈ മഹല്ലിൽ നിന്ന് കഴിഞ്ഞ വർഷം, അതിനു മുമ്പത്തെ വർഷം, മുൻ വർഷങ്ങളിലെല്ലാം ഈ നിലക്ക് ഗവൺമെൻറ് കോട്ടയിൽ ഹജ്ജിന് പോയ ആളുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ടാൽ അതിൻ്റെ നടപടിക്രമങ്ങൾ, അതിൻ്റെ സാങ്കേതിക വശങ്ങൾ നിങ്ങൾക്ക് അറിയാനും അന്വേഷിക്കാനും സാധിക്കും. സർക്കാർ സംവിധാനങ്ങളിലും ഹജ്ജ് ഹൗസ് അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങളിലെല്ലാം അതിനുള്ള കൃത്യമായ ഹെൽപ്പ് ഡെസ്ക് സംവിധാനങ്ങളുണ്ട്. അത് ഉപയോഗപ്പെടുത്തണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കാണ്. മറ്റൊരു കാര്യം, റബീഉൽ അവ്വൽ മാസമാണ്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്ന് നമുക്കറിയാം. നബിദിനം ആഘോഷിച്ചവരും അതിൽ നിന്ന് മാറി നിന്നവരും നമ്മുടെ നാടുകളിലുണ്ട്. രണ്ടു കൂട്ടരും, നബിദിനം ആഘോഷിച്ചവരും നബിദിനത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നവരും എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രവാചകനോട് സ്നേഹം ഉണ്ടായിട്ട് എന്നാണ്. ഇവിടുത്തെ പാരമ്പര്യവാദികൾ നബിദിനം ആഘോഷിച്ചത് എന്താ? പ്രവാചക സ്നേഹം കൊണ്ടാണ് എന്നാണ്.
ഇത്തരം പ്രവർത്തനങ്ങൾ ബിദ്അത്താണെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് മാറി നിന്ന ആളുകളുടെ ന്യായം എന്താ? അത് പ്രവാചകനോടുള്ള സ്നേഹം ഇങ്ങനല്ല പ്രകടിപ്പിക്കേണ്ടത്, സുന്നത്തിൽ നിലനിന്നുകൊണ്ടാണ് എന്ന് പറഞ്ഞ് രണ്ടു കൂട്ടരും പറയുന്നത് ഞങ്ങൾക്കാണ് റസൂലിനോട് സ്നേഹമെന്ന് എന്നാണ്. ഏതായാലും ഈ ആഘോഷങ്ങളൊക്കെ കെട്ടടങ്ങുമ്പോൾ ഇവിടെ അന്തരീക്ഷത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ട്, ചില ചർച്ചകൾ അവശേഷിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ, ചർച്ചകൾ, വീഡിയോ ബൈറ്റുകൾ അതിങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സന്തോഷത്തിൻ്റെയും നന്ദി പ്രകടനത്തിൻ്റെയും ഭാഗമായി ഇസ്ലാമിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ ഒരു അസലുണ്ട് എന്ന് ഇവിടെ ചില പുരോഹിതന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതിനവർ പ്രധാനമായി തെളിവ് ധരിക്കുന്നത് മുഹറം മാസത്തിലെ ആശുറ നോമ്പിനെയാണ്. അത് അറിയപ്പെട്ട ചില ഇസ്ലാമിക കലാലയങ്ങളിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ആ പണ്ഡിത സനദ് തങ്ങളുടെ പേരിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പലരുടെയും റൈറ്റപ്പുകൾ, മെസ്സേജുകൾ ഈ വാട്സപ്പ് അടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അവർ പ്രചരിപ്പിക്കുന്നത് റസൂലുള്ള ആശുറ നോമ്പ് നോറ്റില്ലേ, അത് മൂസാ നബി രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷ സൂചകല്ലേ? അപ്പം ഒരാൾ രക്ഷപ്പെട്ടതിൻ്റെ സന്തോഷ സൂചകമായി ഇസ്ലാമിൽ ഇബാദത്ത് തുടങ്ങാൻ അനുവാദം ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവർ പറയുന്നത് റസൂലുള്ള മദീനയിൽ എത്തിയപ്പോൾ ജൂതന്മാർ ആശുറ നോമ്പ് നോൽക്കണം അറിഞ്ഞു. അപ്പോൾ റസൂൽ ചോദിക്കണ്ട എന്താ അത്? അപ്പോൾ അവർ പറഞ്ഞു മൂസാ നബിനെ അള്ളാഹ് രക്ഷപ്പെടുത്തിയതല്ലേ, അതിൻ്റെ നന്ദി ഞങ്ങൾ കാണിക്കാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങളെക്കാൾ മൂസാ നബിനോട് ബന്ധം എനിക്കാണ് എന്ന് പറഞ്ഞ് റസൂലുള്ളയും ആശുറ നോമ്പ് നോറ്റു. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തിൻ്റെ നന്ദി സൂചകമായി ഇങ്ങനെ പുതിയ ഇബാദത്തൊക്കെ ഉണ്ടാക്കാം, റസൂൽ ഉണ്ടാക്കി മാതൃക കാണിച്ചു എന്ന് ചില വിവരദോഷികൾ ചരിത്രത്തെ, ആശയങ്ങളെ, വാചകങ്ങളെ വളച്ചൊടിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, മുഹറത്തിലെ ആ മുഹറം 10 ആശുറ നോമ്പ് അത് മദീനയിലെത്തിയ ശേഷമോ അല്ലെങ്കിൽ ജൂതന്മാരെ കണ്ടതിന് ശേഷമോ ജൂതന്മാരൊരു കാരണം പറഞ്ഞതിന് ശേഷം റസൂലുള്ള സ്വതന്ത്രമായി ഉണ്ടാക്കിയ ഒരു ആചാരമല്ല. മറിച്ച് മക്കയിൽ വെച്ച് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ആശുറ നോമ്പ് നോറ്റിരുന്നു. എത്രത്തോളം എന്നാൽ റമളാൻ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പാണ് ഈ ആശുറ നോമ്പ്. ആദ്യഘട്ടത്തിൽ ഇത് നിർബന്ധമായിരുന്നു. സ്വഹാബിമാർ അവരുടെ കുട്ടികൾക്ക് നോമ്പെടുപ്പിക്കുകയും ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് കരയുമ്പോൾ അവരുടെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് അവർക്ക് കളിപ്പാവകൾ കൊടുത്തിരുന്നു എന്ന് പോലും ഇമാം ബുഖാരി അടക്കമുള്ളവർ റിവായത്ത് ചെയ്ത ഹദീസുകൾ കാണാം. ഇത് ആദ്യകാലത്തെ ഉള്ള ഒരു ആചാരമാണ്. മറ്റൊന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൽ ഒരു പ്രവർത്തനവും സ്വന്തം ഇഷ്ടത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുതായി ഇത് തരക്കെടില്ല എന്നാൽ ഇത് ഇസ്ലാമിന്റെ ഭാഗമാക്കാം എന്ന നിലയ്ക്ക് ചെയ്തിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ, അഭീഷ്ടമനുസരിച്ച് റസൂലുള്ള ഒന്നും ചെയ്യൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയിന്റെ അടിസ്ഥാനത്തിൽ തൗഖീഫിയായി അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ ഭാഗം അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് എന്ന അടിസ്ഥാന തത്വത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതിൽപ്പെട്ടതാണ് ആശുറ നോമ്പ്. അതേപോലെ തന്നെ മദീനയിൽ എത്തിയപ്പോൾ അവിടെയും ഇത് കണ്ടപ്പോൾ റസൂലുള്ള ചോദിക്കാണ്, അല്ല നിങ്ങൾ മുഹറം 10 നോൽക്കുണ്ടല്ലോ, എന്താണ് കാര്യം? അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മൂസാ നബി രക്ഷപ്പെട്ടുകൊണ്ടാണ്, രക്ഷപ്പെടുത്തിയത് കൊണ്ടാണ്, അതിൻ്റെ നന്ദിയാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു നിങ്ങളെക്കാൾ മൂസാ നബിയോട് ഹഖ്, മൂസാ നബിയോട് ബന്ധം ഞങ്ങൾക്കാണ് എന്ന് റസൂലുള്ള പറഞ്ഞു എന്നേ ഉള്ളൂ. അല്ലാതെ ആഹാ നിങ്ങൾ അങ്ങനെ നോമ്പ് നോൽക്കുണ്ടോ എന്നാൽ ഞങ്ങളും ഇനി നോൽക്കാണ് എന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ ചരിത്രങ്ങളെ, വ്യക്തമായ ചരിത്രങ്ങളെ, പ്രമാണത്തിൽ കൃത്യതയോടെ പഠിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളെ അതിനെ വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ ചിലർ പ്രചരിപ്പിക്കാണ്. ഇതിന്റെ ഒരു വശം നമ്മുടെ ഇസ്ലാമിൽ ഇല്ലാത്ത അസല്, അതൊരു പുരോഹിതൻ, അത് സലഫി ആണെങ്കിലും സൂഫി ആണെങ്കിലും ഒരാളും ഇസ്ലാമിക പ്രമാണത്തിന്റെ പിൻബലമില്ലാത്ത അസല് പറഞ്ഞാൽ അത് അംഗീകരിക്കരുത്. ഇവിടെ എല്ലാ ബിദ്അത്തും എല്ലാ ശിർക്കും ഇവിടെ നിലനിൽക്കുന്നത് ഖുർആനിന്റെ സുന്നത്തിന്റെ പിൻബലമില്ലാത്ത എന്നാൽ അതിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടുള്ള ഉസൂലുകളിലാണ് പുതിയ ബിദ്അത്തുകൾ പിറവിയെടുക്കുന്നത്, പുതിയ ശിർക്കുകൾ പിറവിയെടുക്കുന്നത്. ഈ ഇല്ലാത്ത അസ്ല്, ഇല്ലാത്ത ഉസൂല് ഇത് കിതാബിന്റെ സുന്നത്തിന്റെ അടിത്തറയിൽ ഉള്ളതാണ് എന്ന് ധ്വനിപ്പിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളിൽ ആ യാക്കവുമാണെങ്കിലും ആമത്തുന്നാസ് ആണെങ്കിലും സാധാരണക്കാരാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും എല്ലാ
എല്ലാവർക്കും അത്തരം വിഷയങ്ങളിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം നിലക്ക് സ്വതന്ത്രമായി ഇഷ്ടപ്പെട്ടത് പോലും ഇസ്ലാമിന്റെ ഭാഗമായി കൂട്ടിച്ചേർത്തിട്ടില്ല. ചിലത് റസൂലുള്ള ചോദിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ചിലത് റസൂലുള്ള ശരണം ചോദിച്ച് അള്ളാഹുവിനോട് എക്സ്ക്യൂസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഫൈനൽ, അതിന്റെ അൾട്ടിമേറ്റ് എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇപ്പൊ റസൂലുള്ളാന്റെ ആദ്യകാലത്തെ ഖിബ്ല ഏതാണ്? മസ്ജിദുൽ അഖ്സയാണ്. എവിടുന്നാ നിസ്കരിക്കുന്നത്? മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് ചാരത്ത് നിസ്കരിക്കുമ്പോ റസൂലുള്ളാന്റെ ആഗ്രഹം എന്താണ്? കഅബാലയത്തിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണം എന്നാ. പക്ഷെ അന്നത്തെ ഖിബ്ല മസ്ജിദുൽ അഖ്സയാണ്. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ് സമാ. പ്രവാചകരെ, താങ്കൾക്ക് ഈ മക്കയിലെ ഹറമിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ മോഹത്തോടെ വഹി വരുമോ എന്ന പ്രതീക്ഷയോടെ ആകാശത്തേക്ക് താങ്കൾ നോട്ടമെറിയുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിക്ക് ബോധ്യമുണ്ട്. പക്ഷെ റസൂലുള്ള സ്വന്തം നിലക്ക് കഅബാലയം ഖിബ്ലയായി നിശ്ചയിച്ചില്ല. എന്തുകൊണ്ട്? ഇസ്ലാം വ്യക്തികൾ ഉണ്ടാക്കുന്നതല്ല, പുരോഹിതർ ഉണ്ടാക്കുന്നതല്ല, മനുഷ്യ നിർമ്മിതമല്ല. അത് അള്ളാന്റെ ശരീഅത്താണ്. അപ്പൊ അത് ഈ വിഷയത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇതിന്റെ കൂടെ ഒരു പോയിന്റ് കൂടി ചേർത്ത് പറയാണ്. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സങ്കടം ഉണ്ടെങ്കിൽ ഒരു ആചാരം ഉണ്ടാക്കാന്നത് മുസ്ലിമീങ്ങളുടെ സംസ്കാരമല്ല, അത് ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ സംസ്കാരമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, നിങ്ങൾ ഓലെ പണിയെടുക്കും, ഓല് ചെയ്യുന്ന ഉണ്ണിയേശുവും ഉണ്ണികൃഷ്ണനും അതേപോലെ പള്ളികൾ ദീപാലങ്കൃതമാക്കുന്നത്, ഘോഷയാത്രകൾ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വ്യതിയാനങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് ഇസ്ലാമിന്റെ വഴിയല്ല, മറിച്ച് ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ വഴിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിലൊരു സംഭവം കൂടി സൂചിപ്പിക്കാം. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലം മുതലാണ് ഇസ്ലാമിലെ ഖലീഫമാർക്ക് അമീറുൽ മുഅ്മിനീൻ എന്ന പേര് പ്രത്യേകമായി ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. മറ്റേത് അബൂബക്കർ റളിയല്ലാഹുവിനെ വിളിച്ചിരുന്നത് ഖലീഫത്തു റസൂലില്ല എന്നാണ്. അതായത് റസൂലുള്ളയുടെ പിന്മുറക്കാരൻ, പ്രവാചകന്റെ പ്രതിനിധി എന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ വിളിച്ചത് ഖലീഫത്തി റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖലീഫയുടെ ഖലീഫ. അപ്പൊ ഇതിങ്ങനെ വിളിക്കുന്നതിന്റെ ഒരു പ്രയാസം ഒഴിവാക്കിക്കൊണ്ട് അമീറുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ നായകൻ എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങിയത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആണ്. അദ്ദേഹത്തെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും പൗരന്മാരൊക്കെ അമീറുൽ മുഅ്മിനീൻ എന്നാണ് അഭിസംബോധന ചെയ്തത്. ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസ്, വ്യത്യസ്ത മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. ഒരു ജൂതൻ ഉമർ ബിൻ ഖത്താബിന്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ആയത്തുൻ ഫീ കിതാബിക്കും തഖ്റഊനഹ, നിങ്ങളെ കിതാബിൽ ഒരു ആയത്തുണ്ട്, നിങ്ങൾ ഓതുണ്ട്. ലൗ അലൈനാ മഅശറൽ യഹൂദി നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. ആ ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയതെങ്കിൽ ആ ദിവസം ഞങ്ങൾ ഒരു ആഘോഷം ഉണ്ടാക്കിയിനി. ഏതാ ആയത്തറിയോ? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം ഇന്ന് പൂർത്തിയായി എന്ന് അള്ളാഹു വഹിയിലൂടെ അറിയിച്ച വിശുദ്ധ ഖുർആനിന്റെ ആയത്ത്, ദീന് പൂർത്തിയായി എന്ന് അറിയിച്ച ഒരു ആയത്ത് ഞങ്ങൾക്കാണ് ഇറങ്ങിയെങ്കിൽ ഞങ്ങൾ അതൊരു ആഘോഷ ദിവസം ആക്കുമായിരുന്നു എന്നാണ്. എന്തായിരുന്നു മനസ്സിലാവുന്നത്? ഇങ്ങനെ ഏതെങ്കിലും സന്തോഷം, ഏതെങ്കിലും പ്രത്യേക സംഭവങ്ങളെ അതിനെ ഉയർത്തിക്കാട്ടി അതിന്റെ മറവിൽ ആഘോഷമുണ്ടാക്കുന്ന, ഉറൂസുകൾ ഉണ്ടാക്കുന്ന, ഈദുകൾ ഉണ്ടാക്കുന്ന, ആചാരങ്ങൾ ഉണ്ടാക്കുന്നത് അത് ആരുടെ ശൈലിയാണ്? മുസ്ലിങ്ങളെ ശൈലിയല്ല, സ്വഹാബത്തിന്റെ ശൈലിയല്ല, ഖലീഫമാരുടെ ശൈലിയല്ല. പിന്നെ ആരുടെ ശൈലിയാ? അത് ജൂതന്മാരുടെ ശൈലിയാണ് എന്നാണ്. അതാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ആ ജൂതന്മാരുടെ പല പണികൾ ഏറ്റെടുത്തവരാണ് ഷിയാക്കള്. ഷിയാക്കളാണ് സങ്കടങ്ങളുടെ പേരിൽ, കർബലയുടെ വിലാപം എന്ന പേരിൽ, മുഹറത്തിന്റെ പേരിൽ ദുശകുനം ആചരിക്കുന്ന, നഹ്സ് ആചരിക്കുന്ന, ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന, ആയുധങ്ങൾ കൊണ്ട് അതിക്രമം ചെയ്യുന്ന, ദുഃഖമാചരിക്കുന്ന സംസ്കാരം ഈ ഉമ്മത്തിൽ പഠിപ്പിച്ചത്. ആ ഷിയാക്കൾ, ജൂതന്മാരുടെ പണി ഏറ്റെടുത്ത ഷിയാക്കളാണ് മൗലിദുകൾ, ജന്മദിനാഘോഷങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൽ പടച്ചുവിട്ടത്. അത് സ്വഹാബത്തിന്റെ പണിയല്ല, അത് ഇസ്ലാമിന്റെ പണിയല്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ഇത് മുജാഹിദും സുന്നിയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലല്ല, അതിനല്ല. മറിച്ച് ഇസ്ലാമിക വിഷയം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഈ ദിവസം കിട്ടിയെങ്കിൽ ഞങ്ങളിത് പെരുന്നാളാക്കുമെന്ന് ജൂതൻ പറയുമ്പോ ഞങ്ങൾക്ക് ആ ശൈലിയില്ല എന്ന നിലപാട് പഠിപ്പിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അനുയായികളായ മുസ്ലിം സമുദായം ദീനിന്റെ വിഷയത്തിൽ
ഒരു കൃത്യമായ കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. അതിങ്ങനെ അങ്ങാടിയത്തെ ആ ഒരു വൈബും നാടിൻ്റെ പാരമ്പര്യവും പുരോഹിതന്മാരുടെ ആ ഒരു ഭൂരിപക്ഷ പിന്തുണ ഇതൊക്കെ നോക്കി അതിനനുസരിച്ച് ഇങ്ങനെ ആടി ഒലഞ്ഞ് കൂട്ടത്ത് കൂടുന്ന ഒരു സ്വഭാവം ഒരു മുസ്ലിം ഉമ്മത്തിന് ചേർന്നതല്ല. മറിച്ച് നമ്മുടെ നിലപാടുകൾ കൃത്യമായിരിക്കണം. അത് കിതാബിൻ്റെ, സുന്നത്തിൻ്റെ, സ്വഹാബത്തിൻ്റെ നടപടികളുടെ വെളിച്ചത്തിലുള്ളതാണ് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട്